യുഎസ് കോൺഗ്രസ് അംഗം ബ്രാഡ് ഷെർമൻ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ സർദാരിയുടെ നേതൃത്വത്തിലുള്ള പാക് പ്രതിനിധി സംഘത്തോട് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനെ ഉന്മൂലനം ചെയ്യുന്നതിനും മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനും ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടത് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിലെയും പാകിസ്ഥാൻ ആഭ്യന്തര വിഷയങ്ങളിലെയും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ആശങ്കകൾ ഒരിക്കൽ കൂടി വെളിവാക്കുകയാണ്. അമേരിക്കയിൽ ഇന്ത്യൻ പ്രതിനിധി സംഘം ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കുന്ന അതേ സമയത്താണ് ഈ കൂടിക്കാഴ്ച നടന്നതെന്നും ശ്രദ്ധേയമായ കാര്യമാണ്. ഷെർമാന്റെ പ്രസ്താവനയിൽ പ്രധാനമായും 3 വിഷയങ്ങളാണ് ഊന്നി പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം 2002 തന്റെ മണ്ഡലത്തിൽ നിന്നുള്ള ഡാനിയൽ പേളിനെ കൊലപ്പെടുത്തിയ ജെയ്ഷെ മുഹമ്മദിനെ ഇല്ലായ്മ ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം ഷെർമാൻ അടിവരയിട്ട് പറഞ്ഞു. പാകിസ്ഥാൻ മണ്ണിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾ ഇന്ത്യക്കും മറ്റ് രാജ്യങ്ങൾക്കും ഉയർത്തുന്ന ഭീഷണി ഇത് വ്യക്തമാക്കുകയാണ്. ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകര സംഘടനകൾക്കെതിരെ പാകിസ്ഥാൻ ആത്മാർത്ഥമായ നടപടികൾ സ്വീകരിക്കണമെന്ന ഇന്ത്യയുടെ ദീർഘകാല ആവശ്യം അന്താരാഷ്ട്ര സമൂഹവും പങ്കിടുന്നുവെന്നതിന്റെ സൂചനയാണിത്. രണ്ടാമത്തെ കാര്യം പാകിസ്ഥാനിലെ ക്രിസ്ത്യാനികൾ, ഹിന്ദുക്കൾ, അഹമ്മദിയ മുസ്ലിങ്ങൾ തുടങ്ങിയ മതന്യൂനപക്ഷങ്ങൾക്ക് അക്രമം, പീഡനം, വിവേചനം എന്നിവയെ ഭയപ്പെടാതെ വിശ്വാസം ആചരിക്കാനും ജനാധിപത്യ സംവിധാനത്തിൽ പങ്കെടുക്കാനും അവസരം നൽകണമെന്ന ഷെർമാന്റെ ആവശ്യം പാകിസ്ഥാനിലെ മതസ്വാതന്ത്ര്യത്തിന്റെ ലംഘനങ്ങളെക്കുറിച്ചുള്ള മനുഷ്യാവകാശ സംഘടനകളുടെ ആശങ്കകൾക്ക് അടിവരയിടുന്നു. പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ഇന്ത്യയും നിരന്തരം ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, ഒസാമ ബിൻ ലാദനെ കൊലപ്പെടുത്താൻ അമേരിക്കയെ സഹായിച്ചതിന് ജയിലിൽ കഴിയുന്ന ഡോക്ടർ ഷക്കീർ അഫ്രീദിയെ മോചിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഷെർമാൻ ഉന്നയിച്ചു. ബിൻ ലാദനെ കണ്ടെത്തുന്നതിൽ CIA സഹായിച്ച അഫ്രീദിയെ പാകിസ്ഥാൻ അറസ്റ്റ് ചെയ്യുകയും ശിക്ഷിക്കുകയും ചെയ്തത് ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പിന്റെ തെളിവായി പലരും ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ ആവശ്യങ്ങൾ പാകിസ്ഥാന്റെ വിദേശ നയത്തിലും ആഭ്യന്തര ഭരണത്തിലും അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നുള്ള വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ പാകിസ്ഥാൻ കൂടുതൽ സുതാര്യവും ഫലപ്രദവുമായ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. പാകിസ്ഥാൻ പ്രതിനിധി സംഘം ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിനെയും ന്യൂയോർക്കിലെ സുരക്ഷാ കൗൺസിൽ അംബാസഡർമാരെയും കണ്ട് ഇന്ത്യയുമായുള്ള സംഘർഷവും കാശ്മീർ വിഷയവും അന്താരാഷ്ട്രവൽക്കരിക്കാൻ ശ്രമിച്ചുവെങ്കിലും അമേരിക്കയുടെ പ്രതികരണം സ്വന്തം മണ്ണിൽ നിന്ന് ഉയർന്നുവരുന്ന ഭീകരതയെ നേരിടാൻ പാകിസ്ഥാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നായിരുന്നു. ഇത് കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ ഉയർത്തുന്ന വിവാദങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പിന്തുണ ലഭിക്കുന്നില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. ഇന്ത്യയുടെ നിലപാട് എപ്പോഴും വ്യക്തമാണ്. കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. ഇത് ഒരു ആഭ്യന്തര വിഷയമാണ്. പാകിസ്ഥാൻ ആദ്യം സ്വന്തം മണ്ണിൽ നിന്നുള്ള ഭീകരവാദത്തെ ഇല്ലാതാക്കാൻ ആത്മാർത്ഥമായ നടപടികൾ സ്വീകരിക്കണം. ഭീകരവാദവും സംരക്ഷണവും ഒരുമിച്ച് നടക്കില്ലെന്ന് ഇന്ത്യ പലപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട്. പാകിസ്ഥാൻ സ്വന്തം മണ്ണിലെ ഭീകരതയെക്കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നുവെന്നത് വ്യക്തമാണ്. കാശ്മീർ വിഷയത്തിൽ പിന്തുണ നേടാനുള്ള അവരുടെ ശ്രമങ്ങൾ ഫലപ്രദമാകുന്നില്ല. പകരം ഭീകരവാദത്തിനെതിരെ നടപടിയെടുക്കാനുള്ള സമ്മർദ്ദം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ ശക്തമായ നിലപാടുകൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ അംഗീകാരം ലഭിക്കുന്നുമുണ്ട്. ഇത് പാകിസ്ഥാനെതിരെ നയതന്ത്രപരമായ സമ്മർദ്ദം ചെലുത്താൻ ഇന്ത്യക്ക് സഹായകമാകുന്നു. പാകിസ്ഥാനിലെ മതന്യൂനപക്ഷങ്ങളുടെ സ്ഥിതി, ഡോക്ടർ അഫ്രീദിയുടെ തടങ്കൽ തുടങ്ങിയ വിഷയങ്ങൾ പാകിസ്ഥാന്റെ ആഭ്യന്തര ഭരണത്തിലെ പ്രശ്നങ്ങളെയും ജനാധിപത്യപരമായ മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധതയില്ലായ്മയെയും എടുത്തു കാണിക്കുന്നുണ്ട്. ഇത് ആഗോളതലത്തിൽ പാകിസ്ഥാന്റെ പ്രതിച്ഛായയെ കൂടുതൽ മോശമാക്കുകയുള്ളൂ. പാകിസ്ഥാൻ തങ്ങളുടെ മണ്ണിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾക്കെതിരെ ആത്മാർത്ഥമായ നടപടികൾ സ്വീകരിക്കാതെയും മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ഉറപ്പാക്കാതെയും ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാകാൻ സാധ്യതയില്ല. സ്ഥിരമായ ഒരു സംഭാഷണത്തിന് അനുകൂലമായ അന്തരീക്ഷം രൂപപ്പെടുത്തുന്നതിന് ഭീകരവാദത്തെ പൂർണ്ണമായി ഇല്ലാതാക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ്. ചുരുക്കത്തിൽ യുഎസ് കോൺഗ്രസ് അംഗം ബ്രാഡ് ഷെർമാന്റെ പ്രസ്താവന പാകിസ്ഥാന്റെ ആഭ്യന്തരവും വിദേശവുമായ നയങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹം പ്രതീക്ഷിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ സന്ദേശമാണ്. ഇത് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തെ കൂടുതൽ സങ്കീർണമാക്കുകയും
പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരതയെ ഇല്ലാതാക്കാനുള്ള ആഗോള ആവശ്യം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്.